മനുഷ്യന്റെ അവസാന കാലത്തുണ്ടാകുന്ന ഒരു തിരിച്ചുപോക്കാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കന്നഡയിലാണ് നിങ്ങളൊക്കെ കടന്നു പോകുന്നത്, നിങ്ങളൊക്കെ കടന്നു പോയാലും അവര് എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും ശരി, അവർക്ക് അച്ഛന്റെയും അമ്മയുടെയും നമ്മുടെ പൂർവികരുടെയും ഒരു ഇടം അന്വേഷിക്കുന്ന ഒരു വൃഥായാത്രയാണ്. ഞാനത് വൃഥ എന്ന പദം കൂടെ ചേർത്ത് പറയുകയാണ്. എല്ലാം വൃഥാവിലാണ്. എന്താണ് ഇതിനൊന്നും വലിയ അർത്ഥമില്ല. ഈ അന്വേഷണത്തിൽ ഈ ഗ്രാമീണയ്ക്ക് ഒന്നും വലിയ അർത്ഥമില്ല. കാരണം മനുഷ്യന് കുറച്ചു കാലമുള്ള ഒരു ജീവിതം, വളരെ കുറച്ചു കാലമുള്ള ഒരു ജീവിതമാണ്. ആ കാലത്തിനിടയിൽ നമ്മൾ സ്വരൂപിക്കുന്ന അനുഭവങ്ങളുടെ, ആഗ്രഹങ്ങളുടെ, മോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന ഒരു വട്ടം കൂടി എന്നുള്ള അവസ്ഥയാണ്. ഇതാണ് ഒരു വട്ടം കൂടി എന്ന ഓർമ്മകൾ. അങ്ങനെയുണ്ടല്ലോ അറിയാവുന്നവരെ പിടിച്ചു പറഞ്ഞാൽ ഒരു വട്ടം കൂടി അങ്ങനെ തുടങ്ങുന്ന നിങ്ങളെന്നെ പറഞ്ഞോളൂ. ONVയുടെ മനോഹരമായ ചവറക്കാരനായ കൊല്ലം ജില്ലയിലെ ചവറക്കാരനായ ONVയുടെ മനോഹരമായ എല്ലാവരും പാടി നടക്കുന്ന ആ ഒരു വട്ടം കൂടി എന്നുള്ള ആ ഒരു അതെല്ലാവരും ഒന്ന് മൂടിപ്പോകുന്നതാണ്. കാരണം അത് പാടുമ്പോൾ ഇവർ നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളായി പഠിച്ച ഇടങ്ങളിലെ ആ സ്കൂളുകളിലെ അതിന്റെ മുറ്റത്തെ അതിന്റെ വൃക്ഷങ്ങളിലെ അതിനടുത്തുള്ള തോടുകളിലേക്കൂടെ നമ്മുടെ മനസ്സ് വ്യാപിച്ചു പോകുന്ന തരത്തിലുള്ള ചിന്തയാണ്. അതുകൊണ്ടാണ് ആ പാട്ട് അത്രയും കൃത്യമായിട്ടുള്ളത്. നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു വട്ടം കൂടി അവിടെ എത്തിച്ചു വരുവാനും ചിലരൊക്കെ പറയുന്ന പോലെ ആ മണ്ണിലങ്ങ് അലിഞ്ഞു ചേരുവാനും, ആ മണ്ണിൽ അലിഞ്ഞു വരുന്നൊന്നും കാര്യമില്ല. ബാംഗ്ലൂരിലെ മണ്ണിൽ അലിഞ്ഞു ചേർന്നാലും ഒന്നുമില്ല. കാരണം മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഇത് വെറും വേണ്ടാത്ത, ആർക്കും വേണ്ടാത്ത ഒരു സാധനമായി കണ്ട് നമ്മൾ മനോഹരമായി രൂപപ്പെടുത്തിയിരിക്കുന്ന എന്റെ ശരീരം ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ അതിന് മനോഹരമായിട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതിനെ പരിപാലിച്ച് തേച്ച് കുളിപ്പിച്ചിട്ട് കൊണ്ടു നടക്കുന്ന ഈ ശരീരം വിട്ടുപോകുമ്പോൾ പിന്നെ അതിനൊന്നുമില്ല. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട്ടിലുള്ളവർ പോലും ഇഷ്ടപ്പെടില്ല. എത്രയും പെട്ടെന്ന് ഒരു ദിവസത്തിനകം അതുകൊണ്ട് ഫ്രീസർ വെച്ച് നടത്തിയിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഇതിനെ കൊണ്ട് മറവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അവർ തന്നെ വെറും മരിച്ചു കിടക്കുന്ന ഈ ശരീരത്തെ, അത് ജഡമായ അഴുകാൻ തുടങ്ങുന്ന ശരീരത്തെ ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. അപ്പോ അതിനെ നമ്മൾ എവിടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ബാംഗ്ലൂരിന്റെ ഏതെങ്കിലും ശ്മശാനത്തിലിട്ടാലും, അതുകൊണ്ടുപോയി തൃശ്ശൂർ ഒരു ശ്മശാനത്തിലിട്ടാലും നമ്മൾ അറിയുന്നില്ല, നമുക്കറിയേണ്ട കാര്യവുമില്ല. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് സാഹിത്യം നൽകുന്ന, ഭാഷയും സാഹിത്യവും നൽകുന്ന ഒരു സത്ത. ഇതാണ് നമ്മളെ എന്ത് രണ്ടുപേരെ വെള്ളം ചെയ്യുന്നത് മാതാപിതാക്കളെ പുറം വിലങ്ങുകൾ ചോദിച്ചാൽ പറഞ്ഞാണ്. പേരൻസ് പ്ലീസ് കുറച്ച് സ്വന്തം സൈനിക കലയോടുകൂടിയുള്ള എല്ലാവിധ ആശംസകൾ കലനേരുകയാണ്. തുടർന്ന് നിരവധി സമ്മാനങ്ങൾ കലയ്ക്ക് ജനക സമ്മാനക്കാരുടെ ഇടവരാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നമ്മളെല്ലാ വർഷവും ജൈന യുവാന്മാർ അവർക്കൊരു പഠന സഹായമായിട്ട് കല നൽകുന്ന ഒരു സഹായം, അതുപോലെ തന്നെ ലോക കേരള സഭ മെമ്പർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങോടെയാണ്. അതിലുപരിയായി കലയുടെ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഓണോത്സവം 2024 സ്വാഗത സംഘ രൂപീകരണം കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. യശോധരൻ സാറ് വളരെ മനോഹരമായിട്ട് സാറിന്റെ ശൈലിയില് നല്ലൊരു പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇപ്പൊ ഞാൻ ദീർഘമായിട്ടുള്ളൊരു പ്രസംഗം നടത്താനൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. എന്നാൽ കല എന്ന സംഘടനയെ പറ്റി നിരവധി തവണ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയത്, കല എന്ന സംഘടന തുടങ്ങുന്നത് മറ്റൊരു ലക്ഷ്യത്തിലായിരുന്നെങ്കിലും അത് നിരന്തരമായിട്ടുള്ള ചർച്ചകളിൽ കൂടി അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇന്ന് കല എന്ന സംഘടന
എനിക്ക് തോന്നുന്നു നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിന്റെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏറെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഘടനയായി സ്നേഹത്തോടു കൂടി സമ്മാനിക്കുന്നതാണ് കളിയുടെ കരുതൽ 2024. കഴിഞ്ഞ ഓണാഘോഷത്തിൽ നിന്ന് കളിയുടെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ സ്നേഹം കൈമാറുന്നു. ചെയർപേഴ്സൺ ജിഷ പ്രതീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി ഇത് മലയാളം ക്ലാസ്സിലേക്ക് പ്രവേശനം ചെയ്യുന്ന നമ്മുടെ കലയുടെ കുഞ്ഞുങ്ങൾക്ക് എന്നെയും കലയുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള ആശംസകൾ നേരുന്നു. അടുത്തതായിട്ട് വിദ്യാഭ്യാസ ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഇനി കൂടുതൽ വിജയങ്ങൾ കരസ്ഥമാക്കാനും നല്ലൊരു ഭാവിയും ആശംസിക്കുന്നു. നമ്മുടെ കുട്ടികൾക്കുള്ള അവാർഡ്ദാനം ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ആങ്കറായിട്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണ യൂണിവേഴ്സിറ്റിയൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആഗ്രഹമാണ്. പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ഫാമിലിയാണ് കേരളത്തിലുള്ള എല്ലാവിധമായ ആശംസകളും അക്ഷരത്തിനേതെന്ന് ക്ഷണിക്കുന്നു. അഫ്സൽ മുഹമ്മദിന് കലയുടെ സ്നേഹഭാരം സമ്മാനിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്ത് നമ്മൾ താമസിക്കുകയാണ്. എല്ലാവിധമായ സ്നേഹവും സന്തോഷവും വരുന്ന എല്ലാവിധ ആശംസകളും നൽകുകയാണ്. ഇപ്രാവശ്യം വേറെയുള്ള സഭയിലേക്ക് പങ്കെടുക്കപ്പെട്ടെല്ലാം വളരെ സന്മോഹത്തോടെ ചെയ്യുന്ന ശുഭചരിക്ക് എല്ലാവരും നന്ദി അർപ്പിക്കുന്നു. അസമയ്ക്ക് ബാബു ദാമോദർ കല മുതിർന്ന കേന്ദ്ര കമ്മിറ്റിക്കും ഇപ്പോൾ അവാർഡ് സമ്മാനിക്കുന്നു. നല്ലൊരു കലയോട് വളരെ മികച്ച രീതിയിൽ നല്ല മാർഗങ്ങളോട് അഭിമാനമായ വിജയം കൊണ്ട് മോനാണ്. ഏറെ സ്നേഹത്തോടും അഭിമാനത്തോടും കൂടി കല പരിഷ്കൃതി സമ്മാനിക്കുന്നു. ഉന്നത വിജയം കരസ്ഥമാക്കിയ അശ്വൻ തിരുവനെ ആദരിക്കുന്നതായിട്ട്
ബാംഗ്ലൂരിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരും ലോകകേരള സഭ അംഗവുമായ ലോകകേരള സഭ അംഗ സച്ചിദാനന്ദനാണ് ഇപ്പോൾ ഇതിലൊരു സ്നേഹ സമ്മാനം നൽകുന്നത്. താങ്ക് യു. കൃഷ്ണ പിയൂസിന് അവർക്ക് പേരൻസ് ഉണ്ടോ? പ്ലീസ് ഇപ്പോൾ സമ്മാനങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവരെ സമർപ്പിക്കുന്നു. നല്ല ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നവർക്ക് കൂടി ലേഡീസ് വിങ്ങിന്റെ ട്രഷറർ ശ്രീ ബിനുവിന്റെ മോളാണ്. വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും കലയോടൊപ്പം ഫാമിലിയാണ്. ഏറെ സ്നേഹത്തോടുകൂടി ബിൻസി നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാനം സമ്മാനിക്കുന്നു. കന്യാ ശ്രീമിക കരസ്ഥമാക്കട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ മനോഹരമായ മൈക്ക് പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി മൈക്ക് ഒന്നും തന്നിട്ടില്ല. നിങ്ങളൊരു പ്രൊഫഷണൽ കോൾ വരുന്ന സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ നമസ്കാരം. നമ്മുടെ ലേഡീസ് വിങ്ങിന്റെ നല്ല ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇവിടെ അവാർഡുകൾ കൊടുക്കാൻ സാധിച്ചത്. എല്ലാവരുടെ പ്രവർത്തനമുണ്ട്, എന്നാലും ലേഡീസ് വിങ്ങിന്റെ പ്രവർത്തനം എടുത്തു പറയത്തക്കതാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആവശ്യമായ സന്ദർഭങ്ങൾ ഒക്കെയും തന്നെ KMCC ആംബുലൻസുകൾ വളരെ ഗുണമായ രീതിയിൽ പ്രവർത്തനമായ ഒക്കെ നമുക്ക് എത്തിച്ചേർന്ന ഏറെ കളിക്ക് വേണ്ടി ഏറ്റവും മുതിർന്ന അംഗവും അംബേദ്കർ ബോർഡ് അംഗവുമായ ശ്രീ യശോധരൻ മാഷ് ഇപ്പോൾ ഷാവാണി സംസ്കാര വേദിയുടെ കർമ്മ പരമായ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥിനികളാണ്. പ്രവാസ ലോകത്തെ ആശങ്കകളും ആകുലകളും ഒക്കെ തുടർച്ചയായ മൂന്നാം തവണ ലോകകേരള സഭയെ പ്രതിനിധീകരിക്കുന്നു. പ്രവാസ ലോകത്തെ ആശങ്കകളും ആകുലകളും ഒക്കെ നാട്ടിലെത്തിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലായ പ്രവർത്തനം നടത്തുന്ന പ്രിയങ്കരനായ അച്യുത സഖാവിന്റെ മുന്നോട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ ജീവിതങ്ങൾക്ക് കല ഏറെ ആശംസകൾ നേരുന്നു. എപ്പോഴും കലയോട് ചേർന്ന് ഭാഷ ഷാൾ അണിയിക്കുന്നു. സതീഷ് അവരുടെ മൊമെന്റോ കൈമാറുന്നു. ഓരോ മലയാളികൾക്കും അഭിമാനകരമായ കേരള സമാജത്തിന് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ശ്രീ രജകുമാർ സാറിന് കലയുടെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. തുടർന്നും വളരെ മികച്ച രീതിയിൽ പ്രവാസ ലോകത്ത് തന്റെ സാമൂഹ്യ ജീവിതം നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് കലയ്ക്ക് വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു. കലാ വെൽഫെയർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഫിലിപ്പ് അടക്കമുള്ള കലയുടെ നേതാക്കളെ, എന്നോടൊപ്പം ലോക കേരള സഭയുടെ അംഗങ്ങളായ ശ്രീ ശശിയേട്ടൻ, ശ്രീ നൗഷാദ് ഖാൻ, മറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മിക്ക മുഖങ്ങളും എനിക്ക് പരിചിതമായിട്ടുള്ളത് തന്നെയാണ്. ബാംഗ്ലൂർ കേരള സമാജത്തിൽ ദീർഘകാലമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങളെ ഓരോരുത്തരെയും പരിചയപ്പെടാനും നിങ്ങളോടൊത്ത് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ, അതായത് യൂസഫ് അലി 5 ലക്ഷം രൂപ,
അതുപോലെ എന്താ പറയുന്നത് രവി പിള്ള 2 ലക്ഷം രൂപ, ഫൊക്കാന എന്ന് പറയുന്ന സംഘടന 2 ലക്ഷം രൂപ, മറ്റേതോ ഒരു സംഘടന 1 ലക്ഷം രൂപ. ശ്രീ പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഞാൻ 3 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ആ 3 നിർദ്ദേശങ്ങളിൽ 2 നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ എടുത്തു പറയുകയും അത് നടപ്പിലാക്കാൻ വേണ്ട തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതൊരു അംഗീകാരമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3ാമത്തെ നിർദ്ദേശം KSRTCയുമായി ബന്ധപ്പെട്ട നിർദ്ദേശമായിരുന്നു. അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. ആദരിക്കുന്നു. തുടർച്ചയായി 2ാം വർഷവും ലോകകേരള സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ തിരുപ്പേടന് ഞങ്ങളുടെ എല്ലാവരുടെ പേരുള്ള എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് നിരവധി അംഗീകാരങ്ങൾ നേടിയെടുക്കാനായിട്ട് തിരുപ്പേടന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ സുകുമാരൻ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഓരോ സ്ഥലത്തും വേണ്ടി തിരുപ്പേടനെ ഈ വേദിയിൽ ആദരിക്കുന്നത്. കലയെന്ന ഈ വലിയ കുടുംബത്തിൽ സഭയെ എടുക്കാൻ ആഗ്രഹിക്കുന്ന